പാവയ്ക്ക കൊണ്ട് തീയൽ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒരു മുറി ചെറിയ നാളികേരം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉണക്കമുളക് ഒരു 5-6 ഒരു ചെറിയ ടേബിൾ സ്പൂൺ മല്ലി, ഇത്രയും മതി, ധാരാളം. അത് നല്ലോണം വറുത്തെടുക്കുക. നല്ല ചുമക്കെ വറുക്കണം കേട്ടോ. അത് വറുത്ത് മാറ്റി വയ്ക്കാം ചൂടാറാൻ. ഞാൻ അതേ പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി 2 ഉണക്കമുളക് ഇട്ട് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു പാവയ്ക്കയും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റാം. പച്ചമുളക് നെടുകെ കീറിയിട്ട് 2-3 ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ടൊന്ന് ഇളക്കി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത് വേവട്ടെ. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനമൊക്കെ നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം അരയണം കേട്ടോ, തരി പോലെ ഉണ്ടാവരുതെന്ന് അർത്ഥം. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി ഒന്നും കൂടി അടച്ചിടുക. അതിന് ശേഷം അത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തരിയെല്ലാം കളഞ്ഞ് അരിച്ചെടുക്കണം. കയ്യിൽ തന്നെ അരിച്ചെടുക്കാറാണ് ഞാൻ ചെയ്യാറ്. ഇനി നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം വെട്ടി തിളയ്ക്കണം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് വാങ്ങി വെച്ച് ഉപയോഗിക്കാം. പാവയ്ക്ക തീയൽ റെഡി.